ബാഡ് ലാൻഡ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ചീത്ത സ്ഥലം. താരതമ്യേന സോഫ്റ്റ് ആയ സെഡിമെന്ററി റോക്കുകൾ കാലക്രമേണയുള്ള മണ്ണൊലിച്ചുണ്ടാകുന്ന ഈ ഭൂപ്രകൃതിയാണ് ബാഡ് ലാൻഡ്സ് എന്ന് വിളിക്കുക. ഏകദേശം 100 മില്യൺ വർഷങ്ങൾ നമ്മൾ റീവൈൻഡ് ചെയ്താൽ ഈ കാണുന്ന സ്ഥലത്ത് തരാതരം ഡിനോസറുകൾ വിഹരിച്ചിട്ടുണ്ടാവാം. കാരണം ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ഡിനോസർ ഫോസിലുകൾ കണ്ടെത്തിയിട്ടുള്ളത്. കാനഡയിലെ ആൽബർട്ടയിലാണ് ഈ സ്ഥലം. ഇന്നിവിടെ ഒരു ഡിനോസർ പാർക്കൊക്കെ ഉണ്ട്. ഏറ്റവും കൂടുതൽ മാത്രമല്ല, ഏറ്റവും വ്യത്യസ്ത സ്പീഷീസുകളിലുള്ള ഡിനോസർ ഫോസിലുകൾ, അതും അധികം കേടുപാട് കൂടാതെ കിട്ടിയിട്ടുള്ള സ്ഥലമാണിത്. ജുറാസിക് ഏജ് കഴിഞ്ഞ് ഡിനോസറുകളുടെ വംശനാശം വരുന്നതിന് തൊട്ടു മുമ്പുള്ള ക്രിട്ടീഷ്യസ് പീരീഡിലെ ഫോസിലുകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത്. പണ്ട് യൂറോപ്യൻസ് കാനഡയിൽ വന്ന സമയത്ത് ഇത്തരം ഭൂപ്രകൃതി കുറുകെ കടക്കാൻ പ്രയാസപ്പെട്ടിരുന്നു. അങ്ങനെയാണ് അവർ ബാഡ് ലാൻഡ്സ് അഥവാ ബാഡ് ലാൻഡ്സ് ടു ക്രോസ് എന്ന രീതിയിൽ ഇതിനെ പേരിട്ടത്.